ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ എന്ന് ധാരാളം പേരുടെ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട് സന്തോഷം അറിയിക്കാനുണ്ട്. ഇത്തവണ മുല്ലോർണി ദേവരുടെ അവിടെ വ്യാഴാഴ്ചയിലത്തെ നാമജപത്തിന് പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ ഒരു സത്സംഗത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ സീതാമാമിയുടെ അവിടെ വെച്ച് ഭാഗവതത്തിൻ്റെ ആ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് അവിടെ വച്ചിട്ട് പാർവതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൃഷ്ണബന്ധു കൂടി നമുക്കുണ്ടായി. അപ്പോൾ ആ പാർവതി മാമിയുടെ അവരുടെ ആ മാമിയുടെ സീതാമാമിയുടെ അവിടെ വെച്ചാണ് ഈ പാർവതി ചേച്ചിയെ പരിചയപ്പെട്ടത്. അപ്പോൾ പാർവതി ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലും സപ്താഹം നടക്കേണ്ടത്, തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞാൽ അന്നേ ക്ഷണിച്ചു വെച്ചു. അപ്പോൾ ഫെബ്രുവരി 3 മുതലാണ് തുടങ്ങണത്, മഹാത്മ്യത്തോട് കൂടിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അന്നേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുല്ലോർലി തേവരുടെ അവിടെ സപ്താഹമൊക്കെ സപ്താഹം എന്നാണ് നാമം വരുന്നത്. പ്രതിഷ്ഠാദിനവും തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. ഞാനിവിടെ നിന്ന് 5-ാം തീയതിയാണ് പോയത്, ബുധനാഴ്ച, കഴിഞ്ഞ ബുധനാഴ്ചയാണ് അവിടെ പോയത്. അപ്പോൾ ഗുരുവായൂർക്ക് പോയി. അപ്പോൾ ബുധനാഴ്ച ഞാനിവിടുന്ന് പോയി. അപ്പം ഇങ്ങനെ പോണതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രീദേവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ തന്നെയാണ് ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഗുരുവായൂർ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു സപ്താഹമുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീദേവിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീദേവിയും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അതും ഒരു സന്തോഷമല്ലേ, ഒരാളും കൂടെ ഉണ്ടാവുക എന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ബുധനാഴ്ച പോയത്. ഞാനിവിടെ നിന്ന് പോയി, ശ്രീദേവിയുടെ അവിടെ നിന്ന് വന്നു. ഗുരുവായൂർ വെച്ചിട്ട് ഞങ്ങൾ കണ്ടു. 4:30 ക്യൂ നിന്നു. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ക്യൂ നിൽക്കാനായിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് നടയിൽ നിന്ന് തൊഴുതപ്പോൾ ക്യൂ നിൽക്കാൻ നോക്കിയപ്പോൾ ഒരു 2-3 വരി ആ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്തോഷം, വേഗം തൊഴുത് പുറത്തേക്ക് കിടക്കാം എന്ന് ഉദ്ദേശിച്ചു. എന്നിട്ട് വേഗം അതിൻ്റെ ഉള്ളിൽ കയറി നാമജപത്തോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പക്ഷേ ആ 4:30 സമയത്ത് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് തൊഴുതപ്പോൾ ഒരു 7 മണി 7:30ആയി. 5:30 6:30 7 മണിയായി നടയിലെത്തിയപ്പോൾ. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എന്നാലും വേണ്ടില്ല, സുഖമായിട്ട് നല്ല ദർശനമാണ്, ഭഗവാന്റെ നല്ല ദർശനം കിട്ടി, സുഖമായിട്ട് തൊഴാൻ പറ്റി, നല്ല സന്തോഷമായിട്ട് തൊഴാൻ പറ്റി. തൊഴുത് പുറത്ത് കിടന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ജപിച്ച് അത് കഴിഞ്ഞ് അപ്പം അന്ന് യാത്രയൊക്കെ ചെയ്ത കാരണം കൊണ്ട് എന്തോ കാലിന് എനിക്കൊരു നല്ല വേദന തോന്നി. അപ്പോൾ കാലിന് നല്ല വേദന തോന്നിയ കാരണം കൊണ്ട് ഞാനന്ന് കൃഷ്ണനാട്ടമൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചതാണ്. കാണാൻ സാധിച്ചില്ല. മുറിയിൽ പോയി
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് 4-4:30 അമ്പലത്തിലെത്തി. അപ്പം ഞങ്ങൾ ക്യൂ ഒന്നും നിന്ന് തൊഴാനായിട്ട് നിന്നില്ലേ, തലേന്ന് സുഖമായിട്ട് തൊഴുന്നതാണല്ലോ. ഞങ്ങൾ നേരെ അവിടെ അധ്യാത്മ ഹാളിൽ കയറി, ഗുരുവായൂരപ്പൻ്റെ അവിടെ അധ്യാത്മ ഹാളിൽ കയറിയപ്പോൾ അവിടെ ഇപ്പോൾ റൂമൊക്കെ AC ഒക്കെ ആക്കി വളരെ സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നടക്കണ സാധാരണ അവിടെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. ഇപ്പോൾ ഒന്നും കേൾക്കില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ഗുരുവായൂരാണ് ഇരിക്കണതെന്ന് പോലും തോന്നില്ല. അത്രയും ഇതായിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ സുഖമായിട്ടിരുന്ന് കേൾക്കാവുന്ന സൗകര്യത്തിലാക്കി തീർത്തു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 12 പേര് ഇരുന്ന് ഒരുമിച്ച് ഭാഗവതം വായിക്കുക, ആചാര്യന്മാർ. അങ്ങനെയുള്ള ഒരു സപ്താഹമാണ് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നടക്കേണ്ടതെന്ന് മണിവർണ്ണൻ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസമെങ്കിലും വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ഒരു മാമി വിളിച്ചിട്ട് മാമിയുടെ വീട്ടിൽ വച്ചിട്ടായിരുന്നു അവിടെ പാർവതി ചേച്ചിയുടെ വീട്ടിൽ വച്ചിട്ടായിരുന്നു വായന. അപ്പോൾ അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടല്ലേ വന്നത്. എന്തായാലും 5 മണി തൊട്ട് 6 മണി വരെ അവിടെ ഇരുന്ന് സുഖമായിട്ട് ആ പാരായണമൊക്കെ കേട്ട് സുഖമായിട്ട് നന്നായിട്ട് നല്ല രസമാണ്. അവിടെ അങ്ങനെ ഇരുന്നാൽ വേറെ ഒന്നും അറിയില്ല. എണീറ്റ് പോരാൻ തോന്നില്ല. 6 മണിക്ക് അവിടെ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ പാരായണം തുടങ്ങി. അവിടെയും എന്താ പറയുക, ഇതിലും മധുരം, അതിമധുരം, എല്ലാം മധുരം എന്ന് പറയണില്ലേ. അവിടെ അവരെല്ലാവരും തമിഴ് ബ്രാഹ്മണരാണ്. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് അവിടെ എല്ലാവർക്കും ഭാഗവതം സുഖമായിട്ട് വായിക്കാൻ അറിയാം. പാർവതി ചേച്ചിയുടെ ചേച്ചിയുണ്ട്, 2 പേര് ചേച്ചിമാരുണ്ട്. മൂത്ത ആളുടെ പേര് ലക്ഷ്മി എന്നാണ്, രണ്ടാമത്തെ ആൾ ഡോക്ടർ സരസ്വതിയാണ്. അവർ PhD ഒക്കെ എടുത്തിട്ട് ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടാണ് ഹിന്ദിയൊക്കെ കൈകാര്യം ചെയ്യുന്നു. പിന്നെ നാരായണീയത്തിന് അവർക്ക് പഠിപ്പിച്ചിട്ട് അതിനും ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് അവർ 3 പേര് ചേർത്തി അനിയത്തിമാർ. അപ്പോൾ ഈ മൂത്ത ചേച്ചിയാണ് ഭാഗവതം പഠിപ്പിച്ച ധാരാളം പേര് ഭാഗവതം നാരായണിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ ഈ അവിടെ എല്ലാവരും ഇരിക്കുന്നവർ മുഴുവൻ നാരായണീയം ഭാഗവതം ഒക്കെ നന്നായി വായിക്കാൻ അറിയണത്. അതോ പല രാഗത്തിലും താളത്തിലൊക്കെ അവർ വായിക്കുമ്പോൾ നമുക്ക് അത്രയും അനുഭവമാവും. അങ്ങനെയുള്ളൊരു അപ്പോൾ 6:30 അവിടെ തുടങ്ങുക. പാരായണം കേട്ടിങ്ങനെ ഇരുന്നാൽ നമുക്ക് അത്രയും സന്തോഷവും മനസ്സിങ്ങനെ നിറഞ്ഞൊഴുകണ പോലെ. അങ്ങനെ ഇരിക്കണ അവിടേക്ക് ഭാഗവതത്തിൻ്റെ പ്രവചനം എന്നുവെച്ചാൽ 2 നേരമാണ്. സാധാരണ നമ്മൾ ഭാഗവത സപ്താഹം പോലെ ആയിരുന്നില്ല അവിടെ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മുറവായനയാണ് അവിടെ നടന്നത് എന്നുള്ള പോലെയാണ് അവിടെ സപ്താഹം ഉണ്ടായിരുന്നത്. കാരണം ഈ അമ്മമാരെല്ലാവരും കൂടി ഇരുന്ന് വായിക്കും. അച്ഛൻ അവിടെയുള്ള അവർക്കും അറിയാം, എല്ലാവർക്കും വായിക്കാനറിയാം. സ്ത്രീകൾക്കും ചില സ്ഥലത്ത് ചെന്നാൽ സ്ത്രീകളാവും കൂടുതൽ, ചില ദിക്കിൽ ചെന്നാൽ കുറച്ച് പുരുഷന്മാരുണ്ടാവും, എന്നാൽ അവർ ഇരിക്കുന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെ പാരായണം ചെയ്യാനറിയാം, എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയുള്ള ആ മഹാത്മാക്കളുടെ ഇടയിൽ ഇരിക്കാനൊരു ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അനുഭവമാണെന്ന് പറഞ്ഞാൽ തീരില്ല. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ആതിഥ്യ മര്യാദയും അതിനിടയ്ക്ക് വേണ്ടതുപോലെ ചെയ്യാനും എല്ലാവരെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കാനും വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിയുടെ ഉള്ളിൽ എല്ലാവരും പരസ്പരം സഹകരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കണതും എല്ലാം അവിടുത്തെ എല്ലാം നമുക്ക് അനുഭവമായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തമിഴ് നമ്മളുടെ അവിടെയുള്ളവർക്ക് ധാരാളം പേർക്ക് പുറമേ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പം ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർക്കൊന്നും ഒട്ടും അറിയില്ല കൃഷ്ണപ്രേമി സ്വാമികളുടെ. അപ്പോൾ അണ്ണാന്നാണ് വിളിക്കുക അദ്ദേഹത്തിനെ. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് നമസ്കരിക്കാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യഗണങ്ങളെ പരിചയപ്പെടാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അണ്ണായുടെ വിശേഷങ്ങൾ പറയുമ്പോഴൊക്കെയും എനിക്ക് കാണണമെന്ന് മോഹമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് സപ്താഹം
വിശദമായിട്ട് സപ്താഹം കേട്ടതെന്ന് പറഞ്ഞാൽ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ സപ്താഹം. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഗുരുനാഥനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്, ഗുരുനാഥനെ പറ്റി എപ്പോഴും പറയും എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഗുരുവിനോടുള്ള പരമമായ പ്രേമത്തോട് കൂടിയിട്ട് അദ്ദേഹം എപ്പോഴും കഥ പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും എനിക്ക് ഇങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ കാണണമെന്ന് ഒരുപാട് മോഹിച്ചു. പക്ഷേ അറിയില്ല, ഈ ഒരു ജന്മം അതിനുള്ള സുഹൃതം നേടിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു സാന്നിധ്യത്തിലിരിക്കാനുള്ളൊരു സുഹൃതം നേടിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്തോ ഒരു സുഹൃതമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യൻ്റെ പ്രവചനത്തിന് അന്നിരിക്കാൻ പറ്റി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ പോലെയല്ല. നമ്മളവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഭാഗം വായിക്കും, ആ വായിച്ച ഭാഗത്തിൻ്റെ കഥ പറയും, അങ്ങനെയൊക്കെയാണ്. അവിടെ അങ്ങനെയൊന്നുമില്ല. കഥ പറയും, പറയാൻ പറ്റണോത്തോളം പറയും, എവിടെ വച്ചിട്ടാണോ പറയൽ അവിടെ അവസാനിപ്പിക്കുക. അല്ലാണ്ട് പൂർണ്ണമായിട്ട് കഥ പറയണില്ല. ഇങ്ങനെ ഇതുപോലെ പറയണേ. ഞങ്ങൾ ചെന്നപ്പോൾ അന്ന് രാവിലെ 4-ാം ദിവസം രാവിലെ ആയിരുന്നു. അപ്പോൾ അഷ്ടമസ്കന്ധം മുതലാണ് വായിച്ചു തുടങ്ങിയത്. അന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ കഥ എന്ന് പറയണത് കർദമ പ്രജാപതിയുടെ കഥയാണ്. അതുപോലെ കപിലോപദേശം, ഇതൊക്കെയാണ് ആ ഒരു സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാണ്ട് വായനയ്ക്കനുസരിച്ചുള്ള കഥ പറയലല്ലായിരുന്നു പറഞ്ഞത്. രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നരസിംഹാവതാരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നന്നായി ഭക്തിരസത്തോടു കൂടിയിട്ട് ഭഗവാന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ആ ഗുരുനാഥൻ്റെ കഥകൾ, ഭക്തന്മാരുടെ കഥകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് തമിഴിലെ അത്രയും മനോഹരമായിട്ടാണ് പറഞ്ഞത്. അവർക്ക് അത് പറയാണ്ട് വയ്യ. ശരിക്കും ഞാൻ മറ്റൊരു അനുഭവം അവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, സപ്താഹവേദിയിൽ നമുക്ക് സപ്താഹത്തിൽ ആചാര്യന്മാർ വരും. പല വിധത്തിലുള്ളവരാണ്. ചിലവർക്ക് ആചാര്യന്മാരോട് വല്ലാത്തൊരു ബഹുമാനമൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ്. ചിലവർക്ക് ആചാര്യന്മാർ എത്ര പറഞ്ഞാലും അവരൊരു വില ഉണ്ടാവില്ല, അവിടെ ഇരുന്ന് വർത്തമാനം പറയും. അങ്ങനെയുള്ള സദസ്സ് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആചാര്യൻ ആചാര്യനായിട്ടിരിക്കും, കേൾക്കാനിരിക്കുന്ന ശ്രോതാക്കളായിട്ടിരിക്കും. അത് തമാശയോ കാര്യങ്ങളോ അങ്ങനെ തമാശ എന്ന് വെച്ചാൽ ആസ്വദിച്ചിട്ടായാലും നമ്മൾ ചിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്താൽ, ചില കാര്യങ്ങൾ ആസ്വദിച്ച് നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോയാൽ ആചാര്യൻ ഇങ്ങനെ നോക്കും. ആ നിശബ്ദമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കണം എന്നുള്ള നിലയ്ക്ക് നമുക്ക്. പക്ഷെ അത് എപ്പോഴും സാധിച്ചു എന്നൊന്നും വരില്ല കേട്ടോ. അങ്ങനെയാണ്. ചിലർക്ക് ഒന്നും മനസ്സിലാവാത്ത കൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള സദസ്സുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുനാഥൻ, അവരുടെയൊക്കെ ഗുരുനാഥനാണ് കൃഷ്ണപ്രേമി സ്വാമികൾ. അപ്പം അദ്ദേഹത്തിനോടുള്ള അതേപോലെ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണോ ബഹുമാനവും ഭക്തി, ഭഗവാൻ എങ്ങനെയാണോ ഭഗവാനെ പോലെയാണ് ഗുരുനാഥനെ കരുതുന്നത്. ആ ഗുരുവിൻ്റെ പ്രധാന ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് അതേപോലെ തന്നെയാണ് ഈ കാര്യം. പ്രായത്തിൽ വളരെ ചെറിയ ഒരു ആളാണെങ്കിലും അതേ ഭാവത്തിൽ എല്ലാവർക്കും അവരുടെ ആ ഒരു ബഹുമാനവും കാര്യങ്ങളും ആ ഗുരുവിനോടുള്ള ഭക്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വേദിയിൽ അങ്ങോട്ട് വന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിനും ഒരു പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ഭാവം ഉണ്ടോയെന്ന് നമുക്ക് തോന്നും. കാരണം അനാവശ്യമായിട്ട് ആരോടും സംസാരിക്കില്ല, ചിരിക്കില്ല, അങ്ങനെ വരണു പോണു. അത് ചിലപ്പോൾ ആ ഒരു തലം അതായതുകൊണ്ടാവാട്ടോ. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ ഗുരുനാഥനാന്നുള്ള ഭാവം ഉണ്ടായിട്ടല്ല ഞാൻ പറയണേ. ഒരു തലം ഉണ്ടല്ലോ, അദ്ദേഹം ഇരിക്കണ ആ തലം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയാവും. അത് എനിക്കൊരു നല്ല ഭാവത്തിലാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ കഥ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ അവിടെ ആചാര്യനുമില്ല, സദസ്യരുമില്ല, ശിഷ്യനുമില്ല, ഗുരുനാഥനുമില്ല, ഒന്നുമില്ല. ഭഗവാനും ഭക്തനും മാത്രം. ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ്. അത്രയും ആസ്വദിച്ച് അത്രയും സന്തോഷത്തോടുകൂടി പറയണ ആളും കേൾക്കണ ആളും ഒരേ മനസ്സോട് കൂടിയിട്ട്. അതെൻ്റെ അനുഭവം, ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു. ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും ആദ്യം എനിക്കത് ആസ്വദിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം അതെന്താ ഇങ്ങനെ എല്ലാവരും ഈ സദസ്സിലിരുന്ന് ഇങ്ങനെ ചിരിക്കണേ എന്നൊക്കെ എനിക്ക് ഒരു തെറ്റി. കാരണം നമുക്കിതൊരു അനുഭവമില്ലല്ലോ. പക്ഷെ അത് അവരോട് കൂടിയിട്ട് അങ്ങോട്ട് ചേർന്നപ്പോൾ ആ ഒരു അനുഭവം
എനിക്കും ആ ഒരു അനുഭവം ശരിക്കും എന്താ പറയണ്ടേ, അതൊക്കെ അനുഭവിക്കാനേ പറ്റുള്ളൂ, പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള നല്ല ഒരു അനുഭവമായിരുന്നു. ആ ഒരു സപ്താഹത്തിന് പോകാൻ സാധിച്ചത് തന്നെ എത്രയോ ജന്മജന്മാന്തരമായിട്ടുള്ള സുഹൃതമോ ഗുരുകാരണന്മാരുടെ അനുഗ്രഹങ്ങളോ മനസ്സിലിങ്ങനെ കൊതിച്ചതിൻ്റെ ഒരു ഭഗവാൻ അത് സ്വീകരിച്ചതിൻ്റെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത്രയും ഭാഗ്യം കിട്ടി. പിന്നെ അതിലും ഒരു അത്ഭുതം എനിക്ക് അവിടെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാരായണീയം വായനയുടെ കാര്യം പറഞ്ഞല്ലോ, മുല്ലവർണ്ണി തേവരുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞല്ലോ നാരായണീയം വായിക്കുക, ഭാഗവതം വായിക്കുക വെച്ചാൽ എനിക്ക് ഭാഗവതം പിന്നെയും കുറച്ചെങ്കിലും എന്ന് തോന്നും, അതിൻ്റെ അധികം ഇതില്ലാണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ നാരായണീയം അത്രയ്ക്കും ആലാപന സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എത്ര നന്നായിട്ടത് ആലാപനം ചെയ്യാൻ പറ്റും അത്രയും അത് ആസ്വാദ്യവും. അങ്ങനെയുള്ളവിടുത്ത് ഈ തപ്പിപ്പിടിച്ച് അക്ഷരങ്ങൾ കൂട്ടി അങ്ങനെ ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മനിന്ദ തോന്നുക. ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനാ ഇതിങ്ങനെ ചെയ്യണേ, അത് ആസ്വദിച്ച് കേട്ടാൽ പോരെ, ഇതിപ്പോൾ അത് വായിച്ച് പഠിച്ചിട്ട് അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവം തോന്നണില്ല. അതായത് ഇപ്പോൾ അത് വായിച്ചൊരിത് അതങ്ങനെ തോന്നണില്ല. ചിലപ്പോൾ ആ തലത്തിൽ ഞാൻ എത്താത്തത് കൊണ്ടാവും. അതേസമയം കേൾക്കുമ്പോൾ നല്ല അനുഭവമാണ്, നല്ല ആസ്വാദ്യം, ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോണ പോലെയാണ് വായിക്കുമ്പോൾ പാരായണം കേൾക്കണ സമയത്ത്. അതുപോലെയല്ല എനിക്കത് വായിക്കുമ്പോൾ അനുഭവപ്പെടണം. അതുകൊണ്ട് തന്നെ ഞാനത് വായിക്കാൻ മെനക്കെടാത്ത. ഞാൻ പറഞ്ഞല്ലോ, പലരും അത് പഠിപ്പിക്കാൻ എന്നെ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂർ പ്രഭാകർജിയുടെ അടുത്ത് പോയി, അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ എനിക്കൊരു നാരായണീയ ഗ്രന്ഥം തന്നു. അപ്പോൾ അച്ഛൻ ആ ഗ്രന്ഥം തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഗുരുവായൂരുള്ള അവിടെ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് നാരായണിയൊക്കെ വായിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടി അത് ഗുരുവായൂർ അവിടെ തന്നെയാണ് വച്ചത്. ആ വീട്ടിൽ വേറെ ഒരു ഗ്രന്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് പോരുക ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ മുല്ലവർണ്ണി അപ്പോൾ നാരായണി ആദ്യമേ കയ്യിൽ കിട്ടിയിട്ടോ. അത് ഞാൻ ഇന്നലെയാണ് എനിക്ക് അതായത് ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസമാണ് അത് മുഴുവനും എനിക്ക് പൂർണ്ണമായിട്ട് ആ ഭഗവാന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കയ്യിൽ കിട്ടി, അതവിടെ വച്ചു, ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് നാരായണീയം വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ആ ഗ്രന്ഥം അവിടെ ഇരിക്കുന്ന കാര്യം മനസ്സിലില്ല, അതിങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെ തോന്നിയില്ല. അപ്പം ഞാൻ എടത്തിയമ്മയുടെ അടുത്തുനിന്ന് നാരായണീയം മേടിച്ചു കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് 2 നാരായണീയം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് അന്വേഷിച്ചിട്ട് കിട്ടണമില്ല, എവിടെയാണെന്ന് അറിയില്ല. 2 നാരായണീയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ നാരായണീയം കൊണ്ടുവന്ന് തേവരുടെ ആ നിർദ്ദേശപ്രകാരം വായിക്കാൻ തുടങ്ങി. തപ്പിപ്പിടിച്ച് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഭഗവാനോട് ചോദിക്കും, എന്തിനാ ഭഗവാൻ എന്നെ കൊണ്ട് ഇങ്ങനെ വായിപ്പിക്കണേ, എത്ര നന്നായിട്ട് വായിക്കേണ്ട ഗ്രന്ഥം അതെന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ വായിച്ച് 35 ദശകം വരെ വായിച്ചു മുല്ലവർണ്ണി തേവരുടെ മുമ്പിലിരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നമസ്കരിച്ച് പോരാൻ സമയം. അപ്പോഴാണ് എനിക്കിതൊക്കെ ഞാൻ കൂട്ടി വായിച്ചത്, അതുവരെ കൂട്ടി വായിച്ചില്ല. പോരാൻ സമയം അവിടെ നിന്ന് എനിക്ക് കിട്ടിയത്, അവിടെ നിന്ന് ആ പാർവതി ചേച്ചി എനിക്ക് തന്നത് ഇതാണ്, ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടതിരിപ്പാട്. നോക്കൂ, ആ ഭഗവാൻ നാരായണീയം വായിച്ചോളൂ, ഞാൻ കൂടെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അനുഗ്രഹം കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയണ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അച്ഛൻ്റെ അത് കഴിഞ്ഞ് നേരെ ചെന്നിട്ട് ഞാൻ എടുത്തത് അച്ഛൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇത്തവണ ആ നാരായണീയം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യമാണ്. നമുക്ക് അറിയില്ല, ഇതിപ്പോൾ ഇങ്ങനെയും എൻ്റെ ഏതെങ്കിലുമൊക്കെ കർമ്മപ്രാരാബ്ധം തീരാൻ നാരായണീയ പാരായണം കൂടി ആവശ്യമാണെന്ന് ഗുരുവായൂരപ്പനെ അറിയാം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ അത് നമ്മൾക്ക് അതിനോടൊരു നാരായണീയത്തിനോടൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, നാരായണത്തിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഞാൻ അത് തെറ്റി വായിക്കാൻ ശരിക്കും വായിക്കണമെങ്കിൽ തെറ്റി വായിച്ച് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചാലും അതിൻ്റെ ഒരു ആസ്വാദനം വല്ലാണ്ട് എൻ്റെ ഉള്ളിൽ. കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ആസ്വാദനം എൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാവാലം ശ്രീകുമാർ സാറും അവരൊക്കെയാണ്. ഈ റേഡിയോയിലാണ് ഞാൻ ആദ്യം കേൾക്കുക. ഈ രാമായണം ആയാലും
രാമായണം വായിക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഭഗവാൻ എന്നെ കൊണ്ട് വായിപ്പിച്ചു. കാരണം ഇത്ര മനോഹരമായിട്ട് വായിക്കണ രാമായണം ഇങ്ങനെ വായിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ മലയാളമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ ഇപ്പോൾ അന്നൊക്കെ ഇങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദുഃഖാചരണ സമയത്ത് ടി വിയിൽ റേഡിയോയിലൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. ജ്ഞാനപ്പാന, നാരായണീയം, രാമായണം ഇതൊക്കെയാണ് എപ്പോഴും കേൾക്കുക. ആ ഭഗവാനോട് എന്നെ കൂടുതൽ അടുപ്പിച്ചതിൽ ഒരു പ്രധാന വ്യക്തിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നമസ്കരിക്കുന്ന ആളാണ് കാവാലം ശ്രീകുമാർ സാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ രസകരമായിട്ടുള്ള ഒരു ചിന്ത കൂടി എൻ്റെ ഉള്ളിൽ വന്നത്, ഞാൻ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിനെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് മാത്രമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് പറയാൻ സാധിച്ചാൽ പറയും, ഇല്ലെങ്കിൽ പറയില്ല. പരസ്യമായിട്ടത് പറയാൻ പറ്റാത്തൊരനുഭവം, ഒരു ചിന്തയാണ്. കാര്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ ചപലമായ മനസ്സിൻ്റെ ചിന്തയായിരിക്കും എന്നും ആ ഭഗവാന്റെ പാരായണം കേൾക്കാനുള്ളൊരു കൊതി കൊണ്ട് അങ്ങനെ അതിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ചിരിത് വരും. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനത് പറയാത്തത്. എന്തെങ്കിലും അദ്ദേഹത്തിനെ കാണുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനോട് തീർച്ചയായും പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം അതിലൂടെയൊക്കെയാണ് ഈ അന്ന് തൊട്ടേ നാരായണീയമൊക്കെ കേട്ടു തുടങ്ങി. അപ്പോൾ നാരായണീയം ആണെന്നൊന്നും അറിയണില്ലെങ്കിലും എനിക്ക് ആ ശ്ലോകമൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. കേട്ട് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അതൊക്കെ അങ്ങനെ കാണാണ്ട് ആ ശ്ലോകമൊക്കെ അറിയാം. പിന്നെ ഏതൊക്കെയോ അതിൻ്റെ ഇടയിലുള്ള ശ്ലോകങ്ങൾ അത് പിന്നെ നാരായണീയത്തിലാന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. ഞാനതൊക്കെ ഇങ്ങനെ സന്ധ്യയ്ക്കൊക്കെ നാമം ജപിക്കുന്നതിൽ വരെ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അപ്പം അത് എല്ലാം അപ്പം അതുകൊണ്ട് നാരായണീയത്തിനോട് കൂടുതലൊരു ഇഷ്ടം കാരണം കൊണ്ടാണ് അതിനെ ഭംഗിയുള്ളൊരു സാധനം എടുത്ത് നമ്മൾ നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഭഗവാൻ എന്താ ചിന്തിച്ചേക്കണേന്ന് അറിയില്ല അതിനെ. അങ്ങനെ ഒരു അനുഭവം അത്. പിന്നെ ഉണ്ടായ ഒരു അനുഭവം എന്ന് വിചാരിച്ചാൽ വൃന്ദാവനത്തിലേക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം വൃന്ദാവനത്തിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതുവരെ പോയി തുടങ്ങിയവരെ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ്. ആ കോവിഡ് വന്ന് വർഷം കൂടി മുടങ്ങാണ്ട് പോയി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ പോണ സമയമൊന്ന് മാറ്റിയിട്ടാണ്. എന്നാലും ആ ഒരു വർഷം ആവണേക്കാളും മുടങ്ങാണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുടങ്ങിയൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം തന്നെയാണ്. കാരണം ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് കോവിഡിന് മുമ്പ് ഒരു തവണയും കൂടി പോയി 2 തവണ പോകാൻ പറ്റി. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു മുടക്കം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ നിന്നപ്പോൾ ഞാനിങ്ങനെ സാധാരണ സമയത്ത് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥകൾ പലപ്പോഴും വന്ന് പെട്ടെന്ന് തന്നെ പോകാറായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. പോകാൻ പറ്റണില്ലല്ലോ ഇങ്ങനെ ആ സമയം എടുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പറ്റണം എന്നുള്ള ഒരു കൊതി കൊണ്ട് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ പെട്ടഞ്ഞു തുടങ്ങും. ആ വൃന്ദാവനത്തിലൊന്ന് കാല് കുത്താനായിട്ട്, ആ ഗോവർദ്ധന പരിക്രമയൊന്ന് ചെയ്യാനായിട്ട്, രാധാകുണ്ടിലും കൃഷ്ണകുണ്ടിലും ഒന്ന് കുളിക്കാനായിട്ട് കൊതിച്ചിങ്ങനെ കാത്തിരിക്കും. അപ്പം അങ്ങനെ മുടക്കല്ലാണ്ട് പോകും. പക്ഷെ ഇത്തവണ മുടങ്ങും പോകാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വന്നിട്ടും വല്ലാണ്ട് ആ ഒരു ഭാവം വന്നില്ല. അപ്പോൾ ഭക്തി കുറഞ്ഞിട്ടാണോ എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ ശാരീരികമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഗോവർദ്ധന പരിക്രമ ചെയ്യാൻ പറ്റാതിരിക്കുകയെ, വേണ്ടതുപോലെ വൃന്ദാവനത്തിനെ ആസ്വദിക്കാൻ യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുക ചെയ്താൽ അതൊരുപാട് സങ്കടവും. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നിങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളതാവുന്നുള്ള അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇവിടെ ഗുരുവായൂർ സപ്താഹം കേട്ട് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കൃഷ്ണകുടുംബത്തിലെ കൃഷ്ണബന്ധുക്കളായിട്ടുള്ള കുട്ടികൾ എന്നോട് ചോദിച്ചു, അമ്മ വൃന്ദാവനത്തിലേക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് പോവാം, വൃന്ദാവനത്തിലേക്ക് ജയൻ തിരുമേനിയുടെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് പോവാം, അമ്മ വരുമോ? അമ്മ ഒന്നും അറിയണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴും ഈ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ എനിക്ക് അറിയില്ല, എങ്ങനെയാണ് വരണമെന്നൊരു മോഹമുണ്ട്, അനുഭവം ഉണ്ടാവണമെന്ന് മോഹമുണ്ട്.
പക്ഷേ എനിക്ക് അറിയില്ല എന്താ പറയണതെന്ന് അറിയില്ല. ഞാൻ വരില്ല എന്ന് ഞാൻ പറയില്ല. വൃന്ദാവനത്തിലേക്ക് ഒരു പ്രാണൻ തുടിക്കുന്നുണ്ടെങ്കിലും കൂടിയും അങ്ങടെ എത്തണമെന്ന് തന്നെയാണ് മോഹം. അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ വായനയിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുള്ള ദേവി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. അപ്പോൾ ദേവി എന്നോട് വന്ന് ചോദിച്ചു ഓപ്പളെ ഞങ്ങൾ അപ്പോൾ ദേവി ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഒരു തവണ എന്നെ വൃന്ദാവനത്തിൽ കൊണ്ടുപോകാം, കൃഷ്ണപ്രേമി സ്വാമികളുടെ അവിടെ പോവാം നമുക്ക്, എന്നിട്ട് അവിടുത്തെ ഹോളി ഉത്സവമൊക്കെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനായിട്ടൊരു സാഹചര്യം, എനിക്ക് ആ ഒരു അനുഭവയോഗം ഇല്ലാത്തതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. എന്തുകൊണ്ടോ എനിക്കത് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴും ചോദിച്ചു, അവിടെ അണ്ണായുടെ അവിടെ ഇപ്പോഴും ഹോളി നടക്കുന്നുണ്ട്, വിശാഖാഹാരിയൊക്കെ വരും അവിടെ, അപ്പോൾ അവരൊക്കെ ഉണ്ടാവും, ഓപ്പിൾ വരുന്നുണ്ടോ, അവിടെ വായന ഉണ്ടാവും, നല്ല രസമായിരിക്കും അവിടുത്തെ വായന കേൾക്കാൻ, ഹോളിയൊക്കെ ആഘോഷിച്ച് പോരാം, വരൂ ഓപ്പിളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. വരുന്നില്ല എന്നും പറഞ്ഞില്ല, വരണ്ടെന്നും പറഞ്ഞില്ല. കാരണം മനസ്സുകൊണ്ട് ഒരുപാട് മോഹമുണ്ട്. അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴും എനിക്ക് ആഗ്രഹം, ഭഗവാനെ ആ ഒരു ഹോളി അതെൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മോഹമായിട്ട് നിന്നു. അപ്പം അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ ഇത് ചോദിച്ചത് എന്നോട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ അമ്പലത്തിൽ താലപ്പൊലി ഉള്ള കാരണം കൊണ്ട് പോയില്ല സപ്താഹത്തിൽ. കാരണം 5 മണിക്കാണ് പ്രവചനം തുടങ്ങുന്നത്, അപ്പം പോവാം, അതുവരെ ഇവിടെ താലപ്പൊലി പങ്കെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്ന് മേലൊക്കെ കഴുകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഭഗവാനെ എന്നെ ഹോളിക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ മഞ്ഞൾ ആറാടണതും കുങ്കുമം ആറാടണതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ, അല്ല കൃഷ്ണ ഇത് തന്നെയല്ലേ ഹോളി, കണ്ണനും രാധയും കൂടി ഇവിടെ നമ്മുടെ ആ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള നമ്മുടെ വൃന്ദാവനത്തിലെ ഗുരുവായൂരാകുന്ന വൃന്ദാവനത്തിലെ ഹോളിയല്ലേ ചെയ്യണത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നടത്തുന്ന ഹോളിയല്ലേ, കണ്ണനും രാധയും കൂടിയിട്ടല്ലേ ഇവിടെ ഹോളി. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നണേ, അത് സത്യമാണ് വെച്ചാൽ ഭഗവാനെ ഈ ഹോളി അത് അങ്ങും അത് അംഗീകരിക്കണമെങ്കിൽ എന്നെയും കൂടി അതിലൊന്ന് ചേർക്കണേ ഞാൻ. അപ്പോൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്രയായി ഞങ്ങൾ അവിടെ നിന്ന് സപ്താഹം ഉച്ചവരെ കേട്ട് ഊണ് കഴിഞ്ഞ് ഇവിടെ വന്ന് കുളി കഴിഞ്ഞ് യാത്രയായി ചെന്നപ്പോഴേക്കും എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ട് വെളിച്ചപ്പാട് വന്ന് പറയൊക്കെ അവിടെ സ്വീകരിക്കാൻ തുടങ്ങി. ഭഗവതിയമ്മ എല്ലാ പറയും നിറച്ച് വെച്ച പറകളെ സ്വീകരിക്കാൻ തുടങ്ങിയ സമയത്ത് അല്പം വൈകിട്ട് എത്തിയത്. നിറയെ ജനത്തിരക്ക്, അടുത്തേക്ക് അടുക്കാൻ പറ്റണില്ല. അവിടെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പൊക്കത്ത് ഒരു സ്ഥലം കിട്ടി, അവിടെ കയറി നിന്ന് നോക്കിയാൽ ഇത് കാണാം. അങ്ങനത്തെ ഒരവസ്ഥ. എനിക്കാണെങ്കിൽ കാലിന് വയ്യാത്ത കാരണം കൊണ്ട് കയറാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞല്ലോ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ട് നടക്കാൻ, വ്യാഴാഴ്ച എനിക്ക് തീരെ ഒരടി പോലും വെച്ച് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എനിക്ക് ആ വേദന മുഴുവനും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി. വേദന ഉണ്ടായിരുന്നു, നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതെങ്ങനെയൊക്കെയോ മാറി അന്ന് നടക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു മുകളിലേക്ക് കയറാൻ എനിക്ക് പറ്റില്ല. പറഞ്ഞു ശ്രീദേവിയോട് ഞാൻ പറഞ്ഞു മുകളിൽ കയറുന്നത് കണ്ടോളൂ, ശ്രീദേവി ആദ്യമായിട്ടാണ് താലപ്പൊലിക്ക് വരണേ, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി ഒന്നും കൂടെ നോക്കി അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇല്ല. എന്നിട്ട് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റിയിട്ട് നടയുടെ ഭാഗത്തേക്കൂടെ വന്നപ്പോൾ അകത്തേക്ക് കിടക്കാൻ ആ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഞാൻ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ മുമ്പിൽ നിറയെ പേരുണ്ട്, അവരുടെ മേത്ത് മുഴുവനും ഇതുപോലെ മഞ്ഞളും കുങ്കുമവും ഇങ്ങനെ അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും രാസത്തിൽ പങ്കെടുത്തു അപ്പോൾ കണ്ണൻ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ലത്, അപ്പോൾ എന്നെ രാസത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ കണ്ണ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ്റും, വേണമെങ്കിൽ വന്നോളൂ എന്ന് ശ്രീദേവിയോട് ഞാൻ നിൽക്കണ സ്ഥലം കാണിച്ചു. നല്ല തിരക്കല്ലേ, കൂട്ടം പിരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും അവിടെ വന്ന് പോയതായിരുന്നു വെളിച്ചപ്പാട്.
ഭഗവതിയമ്മ അവിടെ ഒന്ന് പോയതായിരുന്നു. രാധാറാണി ഇവിടെ സത്സംഗത്തിൽ പറഞ്ഞപ്പോൾ, പ്രവചനത്തിൽ പറഞ്ഞപ്പോൾ അവിടുത്തെ സ്വാമി പറഞ്ഞു, ഗുരുനാഥൻ എവിടെ ചെന്നാലും അതെ രാധേകൃഷ്ണൻ, നമുക്ക് എവിടെ ചെന്നാലും രാധേകൃഷ്ണ എന്നാണ്. നമ്മൾ അയോധ്യയിൽ പോയാലും വിളിക്കും രാധേകൃഷ്ണ എന്ന്, പഴനിയിൽ പോയാലും വിളിക്കും രാധേകൃഷ്ണ എന്ന്, കൈലാസത്തിൽ പോയാലും വിളിക്കും രാധേകൃഷ്ണ എന്ന്, എപ്പോഴും രാധേകൃഷ്ണ എന്നാണ്. രാധേകൃഷ്ണ രാധേകൃഷ്ണ എല്ലാം ആ ഭാവത്തിലാണ് കാണണേന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ രാധയും കൃഷ്ണനും തന്നെയാണ് എൻ്റെ മനസ്സിലും ആ ഒരു ഭാവം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തിരിച്ച് ഭഗവതിയമ്മങ്ങൾ വരുന്ന രാധാറാണി ഇങ്ങോട്ട് എഴുന്നള്ളണ സമയത്ത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരും മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് നീങ്ങും എന്ന് എല്ലാവരെയും പുറകിലേക്ക് അങ്ങോട്ട് നീക്കിയപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റില്ല. കാലിന് വയ്യാത്ത കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പിന്നാക്കം നീങ്ങാൻ പറ്റില്ല, തിരിഞ്ഞിട്ട് വേണം നീങ്ങാൻ. അപ്പം ഞാൻ അവിടെ അങ്ങനെ പെട്ടുപോയി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ അവിടെ വീഴും, അത് ഉറപ്പാണ് എനിക്ക്. കാരണം എൻ്റെ ബാലൻസ് കിട്ടില്ല, അത്രയും വേദന ഉണ്ടായിരുന്നു കാലിന്. പക്ഷേ ആരും ഈ തള്ളിങ്ങനെ വന്നപ്പോഴും ഞാൻ ഈ ആൾക്കാരുടെ ഇടയിൽ പിന്നില്ല നിൽക്കണം. എന്നാൽ ആ വരുന്ന ആൾക്കാർ ശരിക്കും നേരെ വന്നിട്ട് എൻ്റെ മേത്താണ് തള്ളേണ്ടത്. അപ്പം ഞാൻ അവിടെ നിൽക്കണവരോട് ചോദിച്ചു, നിങ്ങളുടെ മേത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു തവണ അനുഭവം കിട്ടിയതല്ലേ, അപ്പം ഈ അനുഭവം കിട്ടാണ്ട് പുറമേ നിൽക്കണവരെ ഒന്ന് പുറത്ത് അങ്ങോട്ട് കടത്തി വിട്ടുകൂടെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മതിയായില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയാനാ, അവർ പക്ഷേ അധികം പേരും ക്യാമറയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. അതും ഞാൻ പറയാം, ഇതൊക്കെ വീഡിയോയിൽ പകർത്തുക എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരാൾ പോലും എൻ്റെ ശരീരത്തിൽ തൊട്ടില്ല, എല്ലാവരും അങ്ങോട്ട് പിന്നിലേക്ക് പോയി. ഞാൻ അവിടെ മുന്നിൽ വന്ന് പെട്ടു. പിന്നെ ശരിക്കും രാസം തന്നെയാണ് അവിടെ നടന്നത്. രാധേകൃഷ്ണ 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 പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കും സന്തോഷത്തോടു കൂടിയിട്ട് ആ മഹാരാസം, രാസമല്ല ഹോളി തന്നെയാണ് അവിടെ നടന്നത്. ആ ഹോളിയുടെ അതും ഒരുതരം രാസം തന്നെയാണല്ലോ. ആ രസത്തിനെ, കൃഷ്ണ രസത്തിനെ അനുഭവിപ്പിക്കേണ്ടതൊക്കെ രാസമാണ്. അപ്പോൾ ഹോളിയും ഒരു രാസം തന്നെയാണ്. ആ ഹോളിയുടെ അദ്ദേഹം ആ രാധാറാണി തന്നെ ആണ്. രാധയും കൃഷ്ണനും കൂടി ഒരുമിച്ചിട്ടാണല്ലേ നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമ. അങ്ങനെ സ്വധാമത്തിലിരിക്കണ രാധയും കൃഷ്ണനും ഒന്നാണെന്ന് കാണിച്ചുകൊണ്ട് രാധാകൃഷ്ണന്മാരെ ഒന്നു ചേർന്നിട്ട് പരിപൂർണമായിട്ടുള്ള പരബ്രഹ്മമായിട്ട് തീർന്നിട്ട് ഒരു കുത്ത് മഞ്ഞളിങ്ങനെ വാരിയിട്ട് നേരെ പൂർണ്ണമായിട്ടും എനിക്കാണ് ആ മഞ്ഞൾ എൻ്റെ നേർക്കാണ് എറിഞ്ഞത് എന്നുള്ളത്. അത് വല്ലാത്തൊരനുഭവമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുങ്കുമം എടുത്തിട്ട് ആ കുങ്കുമം അങ്ങനെ തന്നെ അനുഭവിച്ചു ഞാൻ. എനിക്ക് അപ്പോഴും ഒന്നും അനങ്ങാൻ പറ്റാണ്ട് വിറങ്ങലിച്ച് നിൽക്കുക. ശരിക്കും ഞാൻ വിചാരിക്കുക ഇതിൻ്റെ എത്രയോ ഇരട്ടി ആനന്ദമായിരിക്കും നമ്മുടെ സുധാമാവ് അനുഭവിച്ചിട്ടുണ്ടാവുക. സുധാമാവിനെ കൃഷ്ണൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ സുധാമാവിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പറ്റാണ്ട് ഭഗവാൻ കൈ പിടിച്ച് വലിച്ചപ്പോൾ ഏതോ ലയത്തിൽ നടന്നു പോയിന്ന് നമ്മളൊക്കെ ഭാഗവതത്തിൽ ആചാര്യന്മാരിലൂടെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അംശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മാത്രമേ ആയിരിക്കും എനിക്ക് അനുഭവം ഉണ്ടായത്. അങ്ങോട്ടും കൂടെ അനക്കാൻ പറ്റാണ്ട്, ശരീരം അനങ്ങാൻ പറ്റാണ്ട്, വിശ്വസിക്കാൻ പറ്റാണ്ട് അവിടെ ഞാൻ അങ്ങനെ നിന്നു കുറേ നേരം. അത് കഴിഞ്ഞ് പതുക്കെ അപ്പം എനിക്കിങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ അനുഭവത്തിലിരിക്കുമ്പോൾ ശ്രീദേവി കൂടെയുണ്ട്. ശ്രീദേവിക്ക് അത് അനുഭവമായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശ്രീദേവിയെ ചെന്ന് ഞാനങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എനിക്ക് കിട്ടിയ ആനന്ദം ശ്രീദേവിക്കും കൂടി പകരാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടുന്നാന്നറിയില്ല ഒരമ്മ ഓടി വന്നിട്ട്, ഈശ്വര ഇതിലും വലുത് ഇനി എന്താ കിട്ടാളെ, ഈ അമ്മയെ കെട്ടിപ്പിടിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വന്നിങ്ങനെ കുറേ കെട്ടിപ്പിടിച്ച് അവരുടെ ആ മുഖമൊക്കെ ഇട്ടിട്ട് ശരിക്കും എൻ്റെ മാറിലും മുഖത്തൊക്കെ നിറച്ചും ഇതായിരുന്നു. അതൊക്കെ അവരുടെ മേത്തൊക്കെ പകർത്തിപ്പോയി. അത് കഴിഞ്ഞ് എനിക്ക് ആരൊക്കെയോ വന്ന് ആ മേത്തുനിന്ന് കുങ്കുമം അതുപോലെ മഞ്ഞളൊക്കെ എടുത്ത് തൊടുണ്ടായിരുന്നു. ആരൊക്കെയോ കാല് തൊട്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുക രാധാറാണിയുടെ കാരുണ്യമാണ്, രാധാറാണിയുടെ വൈഭവമാണ് അവരൊക്കെ അനുഭവിക്കുന്നത്. അല്ലാണ്ട് അതിൽ അവരിലൂടെയുള്ള ആനന്ദം കൂടി ഭഗവാൻ എന്നെ അനുഭവിപ്പിച്ചതാണ്.
ശരിക്കും ശ്രീദേവി വന്നിട്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് നടന്നപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പോയിണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ തിരിച്ചു പോരുക ചെയ്തത്. പക്ഷേ ഈ ആനന്ദത്തോട് കൂടിയിട്ട് വരാൻ പറഞ്ഞ എൻ്റെ കൈ പിടിച്ചിട്ട് ശ്രീദേവി നടന്നു, ഞാനും നടന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പുറകെ നടന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അതുവരെ. അവിടെ പടിഞ്ഞാറ്, അതായത് തെക്കേ നടയിൽക്കൂടെ നടന്നിട്ട് പടിഞ്ഞാറ് നടയിലേക്ക് എത്തണേ ഉള്ളൂ. ആ ഒരു മൂലയിൽ നിറയെ പറകളൊക്കെ വച്ചിട്ടുണ്ട്. അവിടെ ഭഗവതി അവിടേക്ക് ചെന്നു, രാധാറാണി അവിടെ ചെന്നിട്ട് അവിടെയും അത് സ്വീകരിക്കണം. അപ്പോൾ വേഗം അവരുടെ അവിടെ അപ്പോഴാണ് അറിഞ്ഞത് അവിടെ രാധാറാണി ആ വെളിച്ചപ്പാട് മുമ്പിലുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം നടന്നപ്പോൾ നടയിൽ ഇതുപോലെ പടിഞ്ഞാറ് നടയിൽ ധാരാളം പറകൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവിടേക്ക് ചെന്ന് നിന്നപ്പോൾ എല്ലാവരും എന്നെ മുന്നിലേക്ക് എന്നെ നിർത്തി തന്നു. ഞാൻ ആ മുന്നിൽ തന്നെ നിന്നു. അവിടെ നിന്നും ഇതുപോലെ അരി എറിഞ്ഞു, കുങ്കുമം, അതുപോലെ മഞ്ഞളിലൊക്കെ അവിടെ നിന്നും ശരിക്കും ഹോളി ആഘോഷിച്ച് രാസം അനുഭവിച്ചുകൊണ്ട് പിന്നാലെ ഭഗവതിയുടെ രാധാറാണിയുടെ പിന്നാലെ അപ്പോഴൊക്കെ വൃന്ദാവനത്തിലൂടെ നടക്കുന്ന അതേ അനുഭവമായിരുന്നു എനിക്ക്. ആ വൃന്ദാവനത്തിലൂടെ നടക്കുന്ന പോലെ നടന്ന് അവിടെ നമ്മുടെ അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ വച്ചിട്ട് മറ്റൊരു അനുഭവം ഉണ്ടായത് കൽപ്പന പറയണ കേട്ടു. അപ്പോൾ കൽപ്പന പറയണ കേൾക്കാൻ വെച്ചാൽ അകലെ നിന്നാണ്, കാണുക എന്ന് പറയേണ്ടാവും സത്യം. കാരണം ശരിക്കും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ ശിരസ്സിൽ കൈ വെച്ചിട്ട് കൽപ്പന പറയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തൊരു ഭാഗ്യം, അദ്ദേഹത്തിനെ സ്പർശിച്ചുല്ലോ, എന്തൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണെന്ന് ചിന്തിച്ചു. പിന്നെ പിന്നെ നാരായണാലയത്തിൻ്റെ മുന്നിലായിരുന്നു. അവിടെ നല്ല വെയിലുണ്ടായതുകൊണ്ട് നിൽക്കാനേ പറ്റണില്ലേ, കാലിൻ്റെ അടി പൊള്ളിയിട്ട്. പക്ഷേ ഞാൻ കണ്ട ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ വെയിൽ മുഴുവൻ സഹിച്ചുകൊണ്ട് ചവിട്ടിയിട്ട് അവിടെ നാരായണാലയത്തിലെ സ്വാമിജി സന്യാസി സരസ്വതി അവിടെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് നിലാവത്ത് നിൽക്കുകയാണോ എന്ന് തോന്നി. അദ്ദേഹത്തിന് ഒരു കാലിന് പൊള്ളലില്ലാണ്ട് എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ പറ്റണേ? ദേവിയെ കാത്ത് നിൽക്കുകയാണ്. അതാണ് ശരീരബോധം മറന്ന് നിൽക്കുക എന്ന് പറയണത്. അങ്ങനെ അദ്ദേഹം ശരീരബോധം മറന്ന് അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കാല് പൊള്ളിയിട്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി പന്തൽ പോലെ ഇട്ടിട്ടുണ്ട് കുറച്ച് അപ്പുറത്ത്, നാരായണാലയത്തിൻ്റെ തന്നെ അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് അവിടെ കുറേ പറകൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നീങ്ങി അവിടെ നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ അന്നലക്ഷ്മി ഹോളിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ചും വേറെ ഒരു പറ നിറയ്ക്കലും ഉണ്ടായിരുന്നു. അവിടെയും കൂടി സ്വീകരിച്ചിട്ട് ഇവിടെ വരുന്നുള്ളൂ. അത്രയും നേരം സ്വാമിജി അവിടെ നിന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ തണലക്കത്തൊക്കെ നിന്നപ്പോൾ അവിടുന്ന് ഒരു കൃഷ്ണബന്ധുക്കളായിട്ട് എല്ലാവരും ഭഗവാന്റെ ഒക്കെ കൂടി വന്നു. അമ്മേ സുദർശനാമ്മയെ പറന്നിറച്ചില്ലേ എന്ന് ചോദിച്ചു. അവൻ ഇല്ല മോളെ, എനിക്ക് പറന്നിറക്കാൻ പറ്റില്ല, ഷീട്ടാക്കാനൊന്നും പറ്റില്ല. അതിനെന്താ, ഞാൻ ഷീട്ടാക്കിയിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാളെ കൊണ്ടും അവിടെ നിറയ്ക്കാൻ പോകണുണ്ടായുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറന്നിറക്കാൻ പോകണുള്ളൂ. പറന്നിറക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ രണ്ടാളെ കൊണ്ടും 3 പിടി നെല്ല് വീതം മാറിയിട്ട് ഇട്ട് അങ്ങനെ അതിനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അവിടെ പറന്നിറച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്വാമിജിയുടെ ശിരസ്സിൽ കൈവച്ചിട്ട് അവിടെയും ഒരു വെളിച്ചപ്പെടണത് അവിടെയും കേട്ടു, പറയണത്. സൗണ്ട് കാണുക ചെയ്തുള്ളൂ, കേട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് എറിയലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കിഴക്കേ നടയിലേക്ക് വടക്ക് കിഴക്കേ ഭാഗത്ത് ജയപതാക സ്റ്റോറിൻ്റെ അല്പം കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ ആ ജയപതാക സ്റ്റോറിലുള്ളവരൊക്കെ കൂടിയിട്ടാന്ന് തോന്നുന്നു അവിടെ പറവച്ചത്. അവിടെ പറവച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സുദർശനാമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൃന്ദാവനത്തിൽ കൂടെ വന്നവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ശരിക്കും ആ വൃന്ദാവനത്തിൽ നിൽക്കണ അതേ അനുഭവം തന്നെയെന്ന് വെച്ചാൽ അതേ അനുഭവം വൃന്ദാവനത്തിൽ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി വൃന്ദാവനത്തിൽ വന്നിട്ട് ആ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലനുഭവം. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയിട്ട് വേറെയും കുറച്ച് പേര് പറവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കണ സമയത്ത് അവിടെ വച്ചിട്ട് ഞാൻ നിൽക്കണതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ പുറകിലാണ് ഞാൻ നിന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അരിയെറിയലൊക്കെ കഴിഞ്ഞപ്പോൾ
ഇദ്ദേഹം വെളിച്ചപ്പാട് അടുത്ത് വന്നിട്ട് അവിടെ കൽപ്പന പറയണു, അവിടെ ആ വെളിച്ചപ്പെടണു ആ അമ്മയുടെ അടുത്ത് വന്നിട്ട്. അപ്പോൾ ശരിക്കും പറയേണ്ടത് അതൊക്കെ എങ്ങനെയാ ക്യാമറയിൽ പകർത്തിയാൽ പോലും അത് പറ്റില്ല കേട്ടോ, മനസ്സിൽ തന്നെ പകർത്തണം അത് കണ്ടിട്ട്. ആ തൊട്ടടുത്തെന്ന് വിചാരിച്ചാൽ നമ്മൾ മുഖാമുഖം ചേർത്ത് വച്ചാൽ അത്രയ്ക്കടുത്ത് അമ്മയുടെ മുഖം എന്ന് വെച്ചാൽ ശരിക്ക് അതിസുന്ദരിയായിട്ടുള്ളൊരു യുവതിയുടെ മുഖം തന്നെയാണ് അത് ഒരു പുരുഷനല്ല. ശരിക്കും നമ്മൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം, ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ ആ മാലയൊക്കെ ഇട്ടിട്ട് തുള്ളാൻ മുമ്പ് ഒരു ഗാംഭീര്യതയാണ്. ശരിക്കും കാളി മഹാകാളി ഭദ്രകാളിയുടെ ഒരു ഗാംഭീര്യത പോലെ തോന്നും ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ. ഒരു രൗദ്രം എന്ന് പറയാൻ പറ്റില്ല, ഗാംഭീര്യഭാവം. രൗദ്രമൊന്നുമില്ല ദേവിക്ക്, അത് വെറുതെ നമുക്ക് തോന്നുക. അതായത് ആരാണോ ഈ കർമ്മങ്ങളെ കൊണ്ട് ദോഷങ്ങൾ ചെയ്യണത്, അതായത് ആസുരികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണ അവർക്ക് വേണമെങ്കിൽ രൗദ്രഭാവമായിട്ട് തോന്നും. കാരണം ആസുരിക പ്രവൃത്തിയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഭദ്രകാളി അമ്മയുടെ നിയോഗം. അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും ആ രാധ തന്നെ, പരമപ്രേമരൂപയായ രാധയെ അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ മുഖം അതുപോലെ എങ്ങനെയാ അത് പറഞ്ഞു തരണ്ടേ, കണ്ണും മുഖം പരമമായ ആ ഒരു പ്രേമവാത്സല്യം എന്ന് പറയുന്നത്, അതുപോലെ ഒരമ്മയ്ക്ക് തോന്നുന്നൊരു വാത്സല്യം ഉണ്ടല്ലോ, അതൊക്കെ ആ മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ഞാൻ ചെവി ഓർത്ത് എല്ലാം കേട്ടിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കേട്ടതിൻ്റെ പിന്നാലെ ഒക്കെ മറന്നുപോയി. അതാണ് അവസ്ഥ. അമ്മയുണ്ട് എന്ന് പറയണത് മാത്രമേ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. ആ വാക്കുകളെ ചുണ്ടുകളുടെ ഒരു ചലനം, ആ കണ്ണുകൾ, വാക്കുകൾ, മുഖത്ത് നിറഞ്ഞ പ്രേമം, എന്തൊരു സുന്ദരിയായിരുന്നു രാധാറാണി തന്നെ ആ അമ്മയോട് അങ്ങനെ വെളിച്ചപ്പെട്ട് പറയണു. അതെന്താ പറഞ്ഞ മനസ്സിങ്ങനെ നിറഞ്ഞ് ഞാൻ കേട്ടതാ, ചെവി ഓർത്ത് കേട്ടതാ. പക്ഷെ കേട്ടതിൻ്റെ അടുത്ത നിമിഷം ഇത് മന്ദം ജഹാസ വൈകുണ്ഠ മോഹയന്നിഹമായയാ എന്ന് പറയണ പോലെ അതൊരു മായ കൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കി. ആകെ അമ്മ കൂടെയുണ്ട് എന്നുള്ളത് മാത്രമേ മനസ്സിൽ നിറഞ്ഞു നിൽക്കണുള്ളൂ. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും രാസത്തിൽ പങ്കെടുപ്പിച്ചു രാധാറാണിയും കൃഷ്ണനും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വടക്കേക്കെട്ടിൽ പോയി അവിടെ നിന്ന് അവിടെയും പറയുണ്ടായിരുന്നു. അതൊക്കെ സ്വീകരിച്ച് അമ്മ ഉള്ളിൽ കയറിപ്പോയപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് നേരെ ഓടി. എങ്ങടാന്നറിയോ, വീണ്ടും ആ പ്രവചനം 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ രുക്മിണി സ്വയംവരമൊക്കെ കഴിഞ്ഞ് അതിമനോഹരമായിട്ട് ആ സീതാകല്യാണം, അഷ്ടപതി അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ അതുപോലെ നരസിംഹാവതാരം, ആ മനോഹരമായിട്ടുള്ള ആ പ്രവചനം കേൾക്കാൻ സാധിച്ചു. അതൊക്കെ ആ ഭഗവാന്റെ പരമമായിട്ടുള്ള കാരുണ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അത്രയും അനുഭവമായി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം കോഴിക്കോടൊക്കെ പോയി. ഞാൻ ശനി ഞായറും കോഴിക്കോടായിരുന്നു. അവിടെ നിന്നാണ് വരുന്നത്. കോഴിക്കോട് ചെന്നപ്പോൾ അതിലും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതും ഭഗവാന്റെ കാരുണ്യം തന്നെയാകുമ്പോൾ ഞാൻ വിചാരിക്കണേ. കോഴിക്കോട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് പറയണത് പ്രേമ തൊട്ട അയൽപ്പക്കാണ്. ഞങ്ങളാണ് എപ്പോഴും സത്സംഗമൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് വളരെ ഉയർച്ചയുണ്ടായി, ഇവിടുന്ന് പോയത് നന്നായിടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവിടുന്ന് പോയത് ഒരിക്കലും നന്നായിട്ടില്ല. പേരോ പ്രശസ്തിയോ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ശരി. പക്ഷേ എനിക്ക് ആധ്യാത്മികമായിട്ടുള്ള എൻ്റെ ആ ഒരു പാത കുറേ നഷ്ടപ്പെട്ടതുപോലെയാണ് എൻ്റെ അനുഭവം തോന്നുന്നത്.
കാരണം അവിടെ ധാരാളം സപ്താഹങ്ങൾ കേൾക്കായിരുന്നു, എപ്പോഴും നാമം ജപിക്കായിരുന്നു. എന്നോട് അവിടെ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ പറയും, ഒരാളല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ, ഒരിത്തിരി ഭഗവാന്റെ കഥ പറയാം നമുക്ക്, ഒന്നും നാമം ജപിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചു വരും ഇവിടെ. അപ്പോൾ ആ സത്സംഗങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാ സത്സംഗങ്ങളും നഷ്ടപ്പെട്ടു. അതെനിക്ക് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. അത് തന്നിരിക്കുന്ന ആ സത്സംഗത്തിൻ്റെ ആനന്ദമൊക്കെ എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണെന്ന് ഞാനിങ്ങനെ പങ്കുവച്ചു. പക്ഷെ പ്രേമയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് കുട്ടികളൊന്നും ഇല്ലാണ്ടിരുന്ന ഒരവസ്ഥ, അവർക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത്, വൈദ്യശാസ്ത്രത്തിനപ്പുറത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഞാൻ പ്രേമയുടെ അടുത്ത് പറഞ്ഞ്, നാമം എഴുതണം പ്രേമ, നാമം എഴുതണം, ലിഖിത നാമജപം എഴുതൂ, ഗുരുവായൂരപ്പന് സമർപ്പിക്കാം, ആ വാവ ഉണ്ടാവണവരെ അത് എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് തുലാഭാരം തൂക്കാം എന്നൊക്കെ ഞാൻ അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കണ സമയത്താണ് ഞാനത് പറഞ്ഞിരുന്നു. ആ വാവ ആ മോള് ഗർഭിണിയായി. അപ്പോൾ അതിന് ശേഷം പ്രേമ അവിടെയായിരുന്നു. അവർ ഡൽഹിയിലാണ് താമസിക്കുക. ഡൽഹിയിൽ അവിടെ ആ ഭാഗത്താണ് മോള് താമസിക്കുന്നത്. അപ്പോൾ അവർ അച്ഛനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോയി, പ്രേമയും ഹസ്ബൻഡും കൂടിയിട്ട്. പിന്നെ അവിടെയായിരുന്നു ഞങ്ങൾ കണ്ട കാലങ്ങളായിട്ട്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, കാരണം അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല, അവരവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് 6 മാസത്തിന് ചോറ് കൊടുക്കാൻ വരണമെന്നൊരു മെസ്സേജൊക്കെ ഇനി മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നാട്ടിൽ അവരുണ്ടെന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ തവണ സപ്താഹത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കോഴിക്കോട്. അതിന് മുമ്പ് 1-2 തവണ പോയപ്പോഴും എനിക്ക് അവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് അനുഭവപ്പെടും. വെച്ചാൽ ഞാൻ ഇതുവരെ ഫോണൊന്നും വിളിക്കാറില്ല. അങ്ങനെ പ്രേമ ഞാൻ ഫോൺ വിളിക്കാറേ ഇല്ല. പ്രേമ എപ്പോഴെങ്കിലും എന്നെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുക എന്നല്ലാണ്ട് ഞാൻ വിളിക്കാറില്ല, ആരെയും വിളിക്കലില്ല. അങ്ങനെ എനിക്ക് അവിടെ എത്തിയപ്പോൾ വിളിക്കണം എന്ന് തോന്നിയിട്ട് വിളിച്ചപ്പോഴാണ് പറയണേ, ഞാനിതാ ഇവിടെ ഉണ്ട്, ഞാനും മോളും കുട്ടിയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയ രാധാറാണിയെ തന്നെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം അതും കിട്ടി. അപ്പം ഞാൻ അതും ഒരുപാട് സന്തോഷമായി. ഗുരുവായൂരപ്പൻ നമ്മുടെ നാമജപത്തിൻ്റെ മഹത്വം തൊട്ടറിയണതാണ്. ആ നാമജപം കൊണ്ട് തന്നെയാണ് നമുക്കെല്ലാം. അപ്പോൾ അവരും തീരുമാനിച്ചിട്ടുള്ള ഇത്തവണ ഗുരുവായൂർക്ക് വരുമ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറയണം. അഥവാ എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടായാലും അവരെന്നെ കണ്ടിട്ടേ പോവുള്ളൂ എന്നാഗ്രഹിച്ചിരുന്നിട്ട് അവർക്കും അതൊരു അത്ഭുതമായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ, കാരണം ഇന്നലെ ആദ്യമായിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും ഒരേ സമയത്ത് ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതും ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ നമ്മളെ എത്രയോ കാലം സപ്താഹമൊക്കെ കേട്ട് അനുഗ്രഹിച്ച് അയ്യപ്പസ്വാമിയുടെ പള്ളിപ്പാട്ട് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ പോയി തൊഴാനൊക്കെ സാധിച്ചു. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഗുരുവായൂരിയ്ക്കുന്ന സമയത്ത് അതുപോലെ മറ്റൊരു അനുഭവം ഉണ്ടായത് എന്താ, ഹരേരാമ എപ്പോഴും ജപിക്കാൻ പറ്റണോർത്ത് ഹരേരാമ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹരേരാമ ഞാൻ ജപിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശസ്ത്രേ തുഭ്യം നമോ നമ, ഇത് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട്. അതെന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെ അങ്ങനെ മനസ്സിലാലേ അടിക്കണം. ഹരേരാമ ജപിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭൂതനാഥ സദാനന്ദ എന്നുള്ള നാമം ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അയ്യപ്പസ്വാമി ഞാൻ ആദ്യം വിചാരിച്ചത് പള്ളിപ്പാട്ട് നമുക്ക് ചെന്ന് തൊഴാൻ വേണ്ടി ഭഗവാന്റെ, അതുകൊണ്ട് ഭഗവാന്റെ. പക്ഷേ ഇന്ന് രാവിലെയും എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അനുഭവം. കുറേ സമയത്തൊക്കെ ഹരേരാമൻ ജപിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു മന്ത്രം ഇങ്ങനെ മുഴങ്ങണം. അത് എന്താ ഭഗവാന്റെ നിയോഗം എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തായാലും അത് ഭഗവാന്റെ ഇച്ഛ എന്താ വെച്ചാൽ അതുപോലെ ആവട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും കൂടി നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുകയാണ്. ശരിക്കും ഹോളിയുടെ ആ അനുഭവമാണ് എനിക്ക് മറക്കാൻ പറ്റാത്തതും. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നതും. നമ്മൾ എങ്ങനെയാണോ ഈശ്വരനെ സമീപിക്കേണ്ടത് അതുപോലെ ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നുള്ള അത് കഴിഞ്ഞിട്ട് ചെന്ന് കേട്ടതോ നരസിംഹമൂർത്തിയുടെ കഥ. കാരണം എല്ലാവരും നരസിംഹമായിട്ട് കണ്ട് ഭയപ്പെട്ട് ഓടിയപ്പോൾ
ഭയപ്പെടാണ്ട് ഓടാണ്ട് എപ്പോഴും ആ കണ്ണുനീര് വിട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ എങ്ങനെ നിർനിമേഷനായിട്ട് നോക്കി നിന്ന് ഒരേ ഒരാളെ ഉണ്ടായുള്ളൂ. അത് പ്രഹ്ലാദ സ്വാമിയാണ്. കാരണം സാക്ഷാൽ ശ്രീമൻ നാരായണനെ എവിടെ നിൻ്റെ നാരായണൻ ചോദിച്ചപ്പോൾ ദാ അവിടെ ഈ തൂണിൽ ഞാൻ കാണാനില്ലല്ലോ, ഞാൻ കാണുന്നുണ്ട് അച്ഛാ, അതാ നിൽക്കണോ എന്ന് പറഞ്ഞു. ആ വാത്സല്യമൂർത്തിയായിട്ടുള്ള കരുണാനിധിയായിട്ടുള്ള ഹരിയെ, ശ്രീഹരിയെ, ശ്രീമൻ നാരായണനെ ഇങ്ങനെ കണ്ടനുഭവിച്ചു. അപ്പോൾ രണ്ട് കാഴ്ചകളും രണ്ട് വിധത്തിലായിരുന്നു. രാധയായിട്ട് വിളിച്ചാൽ രാധയായിട്ട് വരും എന്ന് ഉറപ്പായി. രാധാകൃഷ്ണന്മാരുടെ അതിമനോഹരമായിട്ടുള്ള ആ ഹോളി എന്ന രാസത്തിനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അമ്മയെ കാണാൻ സാധിച്ചു, അമ്മയുടെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. അതെല്ലാം ഒരുപാട് സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഗുരുകാരണന്മാരുടെ അനുഗ്രഹവും നാമജപത്തിൻ്റെ മഹത്വം മാത്രമാണ്. എന്തായാലും എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന എല്ലാ വാക്കുകളും ഒരു തടസ്സവും ഇല്ലാണ്ട് ഈ നാമജപം എന്നും പ്രാണ അവസാന കാലം വരെ ഭഗവാന്റെ തിരുനാമം ജപിക്കാനും ആ നാമം ഉറക്കെ ജപിക്കാൻ. കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായില്ല, ഉറക്ക നാമം ജപിക്കണതിൻ്റെ മഹത്വം എത്രയോ മഹാത്മാക്കൾ പറഞ്ഞു അല്ലേ സ്വാമി. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ കണ്ടു ആവോ. ഇതിലല്ലാട്ടോ, യൂട്യൂബിലല്ലാട്ടോ, വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടും അല്ലാണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയണേ ഉറക്കെ ജപിക്കുക, ഒരേ ഒരു നാമത്തെ ഉറക്കെ ജപിക്കുക. ഉറക്കെ ജപിക്കണതിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ ജപിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, ബാക്കി ഒന്നുകൊണ്ടും രക്ഷയില്ല എന്ന് പറയണു. അങ്ങനെ ആ ഒരു രക്ഷ കലികാലത്ത് എടുത്തു പറയുന്ന ഈ നാമജപം നമുക്ക് എപ്പോഴും നാമം ജപിക്കാൻ സാധിക്കട്ടെ, എപ്പോഴും മനസ്സിൽ നാമം മലയടിക്കട്ടെ. സത്സംഗങ്ങളിലൊക്കെ ചെന്നിരുന്നാൽ ഉറക്കെ നാമം ജപിക്കാൻ സാധിക്കട്ടെ. എത്ര പുണ്യമാണ് ആ ഉറക്കെയുള്ള ജപം. നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും നീക്കാൻ അത് സാധിക്കും. ഉറക്കെ നാമം ജപിക്കണം എന്നുള്ളത് അത്രയും നിർബന്ധം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഈ സാധനയിൽ, നാമസാധനയിൽ അത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്. അത് ആദ്യകാലങ്ങളിൽ ജപിക്കുമ്പോൾ ഉറക്കെ ജപിക്കണം. സത്സംഗത്തിൽ ചെന്നിരിക്കുമ്പോൾ എത്ര അധികം ഉപാസനയുള്ള ആളാണെങ്കിലും ഒരു സത്സംഗത്തിൽ ചെന്നിരുന്ന് എല്ലാവരും നാമം ജപിക്കുമ്പോൾ ഉറക്കെ നാമം ജപിക്കണം. അതുപോലെ ഒരേ നാമം ജപിക്കുക. നമ്മളിപ്പോൾ സത്സംഗത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറൊരാൾ ഉപാസിക്കേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാവും. അങ്ങനെയാണെങ്കിൽ മനസ്സുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച് അവിടെ മിണ്ടാണ്ടിരിക്കാം. അതേസമയം ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നിന്നിട്ട് ഉറക്കം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ അത് കർമ്മച്യുതിയുണ്ട്, അത് ശരിയല്ല എന്ന് പറയണം. അത് ആ സത്സംഗത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതിലേറ്റവും കൂടുതലൊരു ഉദാഹരണം പറയണത് ഹരേ കൃഷ്ണ നാമം, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യ പരമ്പരകളൊക്കെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് ജപിക്കുക. അവർ പക്ഷേ ഈ സത്സംഗത്തിൽ വന്നിരിക്കുമ്പോൾ ഹരേ രാമ എന്ന് ജപിക്കുന്ന സത്സംഗത്തിൽ അവർ ജപിക്കണതും മാല ജപിക്കുന്നതൊക്കെ അങ്ങനെയാണെങ്കിലും ഹരേ രാമജപത്തിലായിരിക്കണേ ചില അവരും ഉറക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വൃന്ദാവനത്തിൽ വെച്ച്. അതുകൊണ്ടാണ് പറയണേ ഉറക്കെ ഹരേ രാമ എന്ന് തന്നെ അവരും ജപിക്കും. അപ്പോൾ അവർ അത് കാരണം അതിലിരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഓം നമഃ ശിവായ, നമ്മളെല്ലാവരും ഹരേ രാമ ജപിക്കണവരാവും. അവിടെ ചെല്ലുമ്പോൾ നാമം ജപിക്കേണ്ടത് ഓം നമഃ ശിവായ എന്നാവും. എല്ലാ നാമം ഒരേ ഈശ്വരനിലേക്ക് എത്തണത്. സർവദേവ നമസ്കാരം കേശ്ച വമ്പതി ഗച്ഛതി എന്നാണ്. അപ്പോൾ അവർ
ഓം നമ ശിവായ ജപിക്കുമ്പോൾ നമ്മളവിടെ ചെന്നിരുന്നിട്ട് ഹരേ രാമ ജപിക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് അവരോട് കൂടി ഇരുന്ന് ഉറക്ക ഓം നമ ശിവായ ജപിക്കാം. അതിനുള്ള അവസരം തന്നേക്കണേ. ഭഗവാന്റെ ഓരോ നാമത്തിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പം നമുക്ക് ഇപ്പം പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും ഓം നമ ശിവായ ജപിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ശാന്തിയോ ഏകാഗ്രത കിട്ടായി ഉണ്ടെങ്കിൽ നമ ശിവായ ജപിക്കുമ്പോഴാണ് അത് കിട്ടുക. അപ്പം അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം അതിനൊരു അവസരം ഭഗവാൻ ആ കാരുണ്യം കൊണ്ട് ഒരുക്കി തരികയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവരും കൂടി ഒരുമിച്ച് നാമം ജപിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു നാമം ജപിക്കുക എന്ന് പറയണത് അത് നമ്മൾ എന്താ പറയുക, ഒരു ഇതിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കണ പോലെ. അപ്പം നമ്മുടെ മനസ്സ് ആ കൂട്ടായ്മയിൽ ഇതാവാണ്ട് നമ്മൾ വേറിട്ട് നിൽക്കല്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും കൂടി ചേർന്ന് ജപിക്കണം എന്നൊക്കെയാണ്. അല്ല, ഇത് എൻ്റെ വാക്കുകളൊന്നും അല്ല കേട്ടോ. ഇവിടെ മഹാത്മാക്കൾ പറഞ്ഞു കേട്ടത് ഇവിടെ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെവിയിലത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പറയണതാണെന്ന് ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിക്കാറ്. എപ്പോഴും അങ്ങനെയാണ്. ഇത് എനിക്ക് കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ എനിക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ജാഗരൂകരായിട്ട് ഇരിക്കുക ആ നാമം ജപിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതുപോലെ അപ്പോൾ കേട്ട കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് അധികം. ഈ വക കാര്യങ്ങളൊക്കെ മഹാത്മാക്കൾ പറഞ്ഞത് കേട്ടതല്ലാണ്ട് നമുക്ക് എവിടുന്ന് അറിവുണ്ടാവാൻ. അപ്പോൾ അവർ പറഞ്ഞു കേട്ട അറിവാണ് ഇവിടെ പകരണത്. അപ്പോൾ അത് വേണ്ടതുപോലെ. ഇപ്പോൾ ഇതിനെപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഒരു നാമം ജപിക്കുക അങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ധാരാളം ആൾക്കാരുണ്ടാവും. എനിക്കറിയില്ല അത്. പക്ഷേ ഇത് എനിക്ക് അത് ശരിയാണെന്ന് എൻ്റെ ഉള്ളിലൊരു ബോധം, അങ്ങനെയാണ് ഉറച്ച ബോധം വന്നു. ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഏക മനസ്സോടുകൂടി ഒരു ശരിക്കും ഏകാഗ്രമായിട്ട് ഒരേ മനസ്സോടെ ഒരേ ചിന്തയോട് കൂടിയിട്ട് ഒരേ നാമം ജപിക്കുമ്പോൾ അതിന് ശക്തിയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള അനുഭവമാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ, അങ്ങനെ അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ചുകൊണ്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാ അക്ഷരപ്പൂക്കളും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടു കൂടിയിട്ട്, സർവ വിധത്തിലുള്ള ഐശ്വര്യത്തോടു കൂടിയിട്ട് എല്ലാവരും പരസ്പരം നിസ്വാർത്ഥമായിട്ട്, നിഷ്കപടമായിട്ട്, നിഷ്കളങ്കമായിട്ട്, സ്നേഹത്തോടു കൂടിയിട്ടും പരസ്പര സഹകരണത്തോടു കൂടിയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.